എന്തായാലും നല്ല ഫുഡായിരുന്നു, നല്ല വിഷയം. നല്ലോണം ചൂടുവെള്ളമൊക്കെ ചൂടാക്കും. അതല്ലേ പല ടൈപ്പില് വെള്ളം ഉണ്ടാക്കും. പല ചൂടില്. അതൊന്നും വേണ്ടല്ലേ? അതെ, ഇങ്ങനെ നിങ്ങളെ നോക്കിയെടുത്ത് നിങ്ങള് കുറ്റം പറയാൻ പാടണ്ട. പല ചൂടില്. അല്ല, എന്തായാലും ഒരു കാര്യം പറയാം ചേട്ടാ, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ ശ്രീചേട്ടന്റെ ഭാഗ്യമാണ്. അപ്പൊ ശരിക്കും ഞാൻ പറയട്ടെ, സത്യനന്ദികേട്ടനോട് ഞാൻ പറഞ്ഞ്, സത്യനന്ദികേട്ടനോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഭാര്യയെ എനിക്ക് വേറെ എവിടെ കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞ എനിക്കും ഈ ഭാര്യ കിട്ടിയപ്പോഴാണ് ഭാര്യയുടെ ഗുണങ്ങൾ എന്തൊക്കെയത് മനസ്സിലായത്. ഇങ്ങനെ കുറെ ഗുണങ്ങൾ മനസ്സിലായപ്പോ എനിക്ക് ഇതുപോലത്തെ ഒന്നുകൂടെ വേണം. അപ്പൊ കുറച്ചുകൂടെ രസമായിരിക്കുമല്ലോ. ഒന്നുകൂടെ വേണമെന്ന? അതെ, ഇതുപോലത്തെ ഒരെണ്ണേ ഉള്ളൂ. അതാ സത്യായിട്ടും പറഞ്ഞത്, ഇതൊന്നേ ഉള്ളൂ. ഇതുപോലത്തെ വേറെ കിട്ടില്ല. ഇതില് നല്ലത് കിട്ടും. ഇതുപോലത്തെ കിട്ടൂല, ഇതിന് നല്ലത് ചിലപ്പോ. ഇവിടെ വരുന്നയാളോ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പൊന്നുപോലെ നോക്കുന്നത്, പൊന്നുപോലെ നോക്കുന്നത്. അപ്പൊ ഞാൻ നീ ഇന്ന് സ്ഥിരമായിട്ട് പറയുന്നില്ല പൊന്നുപോലെ, ഇപ്പം അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. പൊന്നിങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കില്ല, ഇപ്പൊ ചെമ്പ് പോലെ തോന്നുന്നു. അല്ലേ? മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അതിനുവേണ്ടി ശ്രീചേട്ടൻ ചോദിക്കും, മറുപടി പറയാത്തോണ്ട് മറുപടി പറയാം. അപമാനിക്കുക അല്ലേ? അത് തന്നെ. മറുപടി ഇപ്പൊ എന്തെങ്കിലും പറയാം. പാട്ട് പറഞ്ഞു തോന്നുന്നു. ഇതിനെന്ത് മറുപടിയാ പറയാ? ഇതിന് മറുപടി എന്നോടൊന്ന് പറയും, ഇതുപോലത്തെ ഒരു അമ്മേനെ ഇവിടെ കിട്ടുന്ന ചോദിക്കല്ലേ? ഞാനോട് ഇലക്കിടക്കനോട് ഇതുപോലത്തെ ഒരു അമ്മേനെ കിട്ടുമല്ലോ. കിട്ടൂല്ലോ. കിട്ടും. ഇതുപോലത്തെ ഒരു അമ്മായിയമ്മേനെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. നല്ല കുട്ടികൾ അങ്ങനെ കളിയാക്കി പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. കളിയാക്കൂല. ഞാൻ ആയിരം പ്രാർത്ഥിച്ച് കിട്ടിയതാ, പിന്നെ എന്ത് കളിയാക്കുക? യേശുവിനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം യേശു എന്റെ കൂടെ ഉണ്ട്. യേശു വേറിയല്ല, യേശു ഭഗവാൻ. രാമേന്ദ്രനെ പോലെ രാമേന്ദ്രയുടെ വീടുന്നത് ഒന്ന് അന്വേഷിച്ച ഒരു പ്രപ്പോസലാണ്. അപ്പൊ പാവോ അതുപോലെ വേറെ ആളെന്ന് ഓർത്തുപോയി. യേശുദേവൻ യേശുദാസും അങ്ങനത്തെ അല്ല, നമ്മളെ ഗായകൻ യേശുദാസ് പറഞ്ഞത്. അതും ഒരു നല്ല മനുഷ്യനാണ്. ഒരു ദിവസം ഒരു മാഗസീൻ എടുത്തിട്ട് വന്നിട്ട് എനിക്ക് ഞാൻ വായിക്കട്ടെന്ന് ചോദിച്ചു. അവരെ വായിക്കുന്നത് അപ്പൊ വിജയ് യേശുദാസിന്റെയാണ്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് ഇന്റർവ്യൂ ആണ് വായിച്ചു. അതായത് ദർശനയും ഞാനും ഒന്നിച്ചുള്ള താമസം, പക്ഷെ ഞങ്ങളുടെ 2 മക്കൾ അച്ഛനമ്മയും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാ പറ്റും നമുക്കൊന്ന് ചോദിച്ചു. മക്കളുടെ കാര്യം അതെ അതെ ഇന്നുവരെ മറുപടി പറഞ്ഞു. എന്തിനെല്ലാം മറുപടി പറയേണ്ടത്? ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല. ആ മാഗസിനിലുള്ളത് കറക്റ്റ് ചോദിച്ചോടാ. ഈ 2 മക്കൾ അല്ലേ? ഇത് നമ്മൾ ഈ സിനിമയിലൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ, അച്ഛന്മാര്, അങ്ങനെയൊക്കെ നമ്മൾ. ഈ ശ്രീചേട്ടൻ ഇന്ന് വരെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവര് വഴി വെട്ടി തെളിച്ചാണ് സിനിമയിലേക്ക് വന്നത്.
അതെന്താണ് സപ്പോർട്ട് ചെയ്യാതെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസോ ഒന്നും ഒറ്റയ്ക്ക് വഴിതെറ്റി ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു. ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല. അതെന്താണ്? അതെന്ന് വെച്ചാൽ ഇവരൊക്കെയുള്ള കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഗംഭീരമറുപടി. സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉയരങ്ങളിലെത്തിയിരുന്നു. എത്തിയതിന് ഉറപ്പല്ലേ? അപ്പൊ ഞാൻ പോളിസി പറയുന്നതാണ്, ഉദയനാണ്. അപ്പൊ അതില് പാട്ടുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോ ആര് മ്യൂസിക് ചെയ്യണം, റോഷൻ ജനറൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ ആ പാട്ട് ആരൊക്കെ പാടണം, ദീപക് ദേവാണ് മ്യൂസിക്കായിട്ട് തീരുമാനിച്ചത്. ദീപക് ദേവ് അങ്ങനെ പാട്ടൊക്കെ തീരുമാനിച്ചു. അപ്പൊ എന്നോട് റോഷൻ പറഞ്ഞു, ഒരു പാട്ട് നമുക്ക് വിനീതിനെ കൊണ്ട് പാടിക്കുന്നത്. അപ്പൊ അത് വേണം. അതാ അച്ഛൻ സപ്പോർട്ട് നല്ല സപ്പോർട്ടല്ലേ അച്ഛൻ. അങ്ങനെ പറയാൻ കാരണം ആ ഞാൻ പറയാം കാരണം അപ്പൊ റോഷൻ പറഞ്ഞില്ല, ഞാൻ അവനോട് ഇങ്ങനെ നമ്മൾ ഡിസ്കഷൻ ഫ്ലാറ്റില് ചെന്നൈയിൽ വരുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞതാണ് ഒരു പാട്ട് നീ പാടുന്നത്. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ഞാൻ പറയാം. റോഷന്റെ ആദ്യത്തെ സിനിമ ഇത്. ഞാൻ സിനിമയിൽ ഒരുപാട് കാലമായി. അപ്പൊ ആരും കരുതും ഇതില് വിനീത് പാടാൻ കാരണം എന്റെ ഇടപെടലുകാരനായിരിക്കുന്നു. എനിക്കത് താല്പര്യമില്ല. അവന് പാടാൻ വിധിയുണ്ടെങ്കിൽ അവൻ പാടിക്കോളും, ഇതിന് വേണ്ടത്. റോഷൻ വിട്ടില്ല. ദോഷം വിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനെ നിന്നിട്ട് ഇടപെടുന്നത് റോഷൻ പറഞ്ഞല്ലേ, റോഷനല്ലേ ഡയറക്ടർ. വിചാരിച്ചാൽ കുഴപ്പം അങ്ങനെയൊന്നും ആൾക്കാർ വിചാരിക്കാൻ പോകുന്നില്ല എന്നെല്ലാം ഞാൻ വിചാരിക്കും. അത് ഉറപ്പാ. ഒന്നും വിചാരിക്കാനൊന്നും പോകുന്നില്ല എല്ലാവരും. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ രാത്രി എന്നോട് പറഞ്ഞു ഇത്. ഞാൻ പറഞ്ഞു ഇതിനേട്ടാ അങ്ങനെയൊന്നും ആൾക്കാർ വിചാരിക്കാനും പോകുന്നില്ല. പിന്നെ റോഷനല്ലേ ഡയറക്ടർ, റോഷൻ പറയും പോലെ ചെയ്തോട്ടെ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. എന്തായാലും പാടിയതിനു ശേഷം ഞാൻ ഉൾപ്പെടെ എല്ലാരും വിചാരിച്ചു പറഞ്ഞിട്ടാന്നുള്ള അച്ഛൻ പറഞ്ഞിട്ടാണ്. പറഞ്ഞിട്ടുണ്ടോ? പതുക്കെ ഒന്ന് ചെവി പോയി പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ഉറക്കത്തിൽ പോയി. ഇപ്പൊ എന്തായാലും പാടിയല്ലോ, ഇപ്പൊ എന്തായാലും എല്ലാരും വിചാരിച്ചാണ്. ആരും അപ്പൊ വിചാരിക്കാൻ റോഷൻ പറഞ്ഞു, അവസാനം റോഷൻ പറഞ്ഞു എന്നോട് വാക്ക് പറഞ്ഞു പോയതല്ലേ. റോഷന്റെ നിർബന്ധത്തിൽ പാടിയതാ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? പക്ഷെ എനിക്ക് വേറൊരു ചിന്ത വന്നത്, ഞാൻ കാരണം അവനൊരു ചാൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് ഞാൻ സമ്മതിച്ചത്.